സോറി ജോ, ഞാൻ കുറെ ആലോചിച്ചു. നമുക്ക് ഈ കുഞ്ഞിനെ കളയണ്ട ജോ. നിനക്ക് ഉടനെ തന്നെ ഒരു ജോലി കിട്ടും. നമ്മൾ സെറ്റാവും, എനിക്ക് ഉറപ്പാ. ഐ എം സോറി. ജോയലെ, നീ എന്താടാ ഇവിടെ? എനിക്ക് പനിയാ, ഡോക്ടറെ കാണാൻ വന്നേ. നീ ഗൈനക്കോളജിസ്റ്റിനെയോ? അല്ല, എല്ലാം അറിയാവുന്ന ഡോക്ടറാ, എൻ്റെ ഫ്രണ്ടിന്റെ ചേച്ചിയാ. അത് കൂട്ടുകാരനാ ആൻറ്റി. അത് ഞാൻ ഡോക്ടർ റോയിയോട് പറഞ്ഞോളാം. വരൂ. ശരി, ഇരിക്കും. ഒറ്റയ്ക്കാണോ വന്നത്? വൈഫ് വന്നിട്ടില്ലേ? ഇല്ല, വൈഫ് ഇപ്പോൾ വരും. എങ്കിൽ പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് കയറിയാൽ മതിയായിരുന്നല്ലോ. അല്ല ഡോക്ടറെ, എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. പറ. ഞങ്ങൾക്കിപ്പം കുട്ടികൾ വേണ്ടെന്നാ. ഞങ്ങൾക്ക് ചെറുതായിട്ട് അബോർഷൻ ചെയ്യണമെന്നുണ്ട്. പേരെന്താണെന്നാ പറഞ്ഞത്? ജോയല്. ജോയലെ, ഈ ചെറുത് വലുത് എന്നൊന്നുമില്ല. അബോർഷൻ എല്ലാം ഒറ്റ പ്രൊസീജിയറാണ്. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. വൈഫ് പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ, വൈഫിന്റെ ആരോഗ്യം, അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളെ തീരുമാനം എടുക്കുക. ഞാനെന്തുവാ ചെയ്യണ്ടേ? പ്രഗ്നൻസി ഇപ്പൊ എത്ര ഡ്യൂറേഷൻ ആയെന്നാ പറഞ്ഞത്? ഇപ്പം 3 ആഴ്ച. എക്സാക്ട്ലി 3 weeks. 2. ജോയലിന് അതിനെ പറ്റി തന്നെ ഒരു ധാരണയില്ലാന്ന് തോന്നുന്നു. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര ഡ്യൂറേഷൻ ആയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് അറിയണം. അതുകൊണ്ട് കൂടിയാണ് വൈഫിനെ കാണണം, അവരുടെ കൂടി വിവരങ്ങൾ വിശദമായിട്ട് അറിയണം എന്ന് പറയുന്നത്. വൈഫ് വരുമെന്നല്ലേ പറഞ്ഞത്? ജോയൽ, ഒരു കാര്യം ചെയ്യ്, ഒന്ന് കൗൺസിലിംഗ് റൂമിലേക്ക് ഇരിക്കൂ. എന്നിട്ട് വൈഫിനെ കൂടി കണ്ട് വിശദമായിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. സിസ്റ്ററെ, ജോയലിനെ കൗൺസിലിംഗ് റൂമിലോട്ട് ഇരുത്ത്. അദ്ദേഹത്തിന്റെ വൈഫ് വരുമെന്നാ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരെയും കൂടെ വൈഫ് വന്നിട്ട് ഒരുമിച്ച് കാണാം. ഡോക്ടറെ, കൗൺസിലിംഗ് വേണ്ടായിരുന്നു. കൗൺസിലിംഗ് വേണം ജോയലിന്, തീർച്ചയായിട്ടും കൗൺസിലിംഗ് വേണം. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കാം. അങ്ങോട്ട് ഇരിക്കും. ശരി ഡോക്ടറെ. കുഞ്ഞുങ്ങൾ ഭൂമിയുടെ അവകാശികളാണ്. പക്ഷേ അബോർഷൻ ഒരു കുഞ്ഞിന്റെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നു. ജന്മം കൊടുത്തതിന് ശേഷം അതിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ പകുതി ചിന്ത മതി ഒരു കുഞ്ഞ് ജനിക്കാതെ നോക്കാൻ. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഗർഭം ധരിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ട് വേണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളരുന്ന നിമിഷം മുതൽ അതും നമ്മളെപ്പോലെ ജീവനുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ ജീവൻ ഇല്ലാതാക്കുന്നതിന് മുൻപ് നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സിസ്റ്ററെ, അതെ, എന്റെ വൈഫ് പ്രഗ്നന്റായി. പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. ഞാൻ അപ്പനാവുമ്പോഴാണ് അതിന്റെ സന്തോഷത്തിലാണ്. എന്തായാലും നന്നായി പ്രാർത്ഥിച്ചോ. അനിയന്റെ ആഗ്രഹം നടക്കും. കഴിഞ്ഞ 9 വർഷമായിട്ട് എന്റെ കാത്തിരിപ്പാണേ കേട്ടാ. ചേട്ടായിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മേലെ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മെറിറ്റ്? കുടുംബത്തിൽ ഒരാൾക്ക് പോരായോ വട്ട്? അതല്ല ചേട്ടായി നോക്കൂ, എന്റെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാലേ ഞാൻ യൂട്യൂബ് സ്റ്റാറാ. എന്റെ കർത്താവേ, എങ്ങനാണോ അളിയൻ ഇവിടെ സഹിക്കുന്നേ? അങ്ങനെ ഞാനാ സഹിക്കുന്നേ. ചേട്ടായിക്ക് അറിയാവോ, ഒരു മുട്ട പുഴുങ്ങി തിന്നാൻ വേണ്ടി കൊതിയായിട്ട് പാടില്ല. ഇവിടെ എന്നും ഓംലെറ്റ് ആന്നേ. ആണോ?
ചേട്ടായി ഒന്ന് പറയുവോ? ആ അങ്കിളെ എപ്പോ വന്നു? ഞാൻ കുറച്ച് നേരമാടാ നിന്റെ പാപ്പായ്ക്ക് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാനാ. അല്ല എന്നാ പരിപാടി? അവനെന്നാ പരിപാടി? എന്റെ രാധാകൃഷ്ണ കിണറ്റി വെള്ളവും ഇല്ല വഴിയില്ല. ആ വീട് ഞാൻ എങ്ങനെ വെക്കണമെന്നോ താനീ പറയുന്നത്? എന്തായാലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ. എടോ തൻ്റെ വണ്ടിയെ പോവാം. ഓ എൻ്റെ വണ്ടി പെട്രോൾ കാണുകയില്ല, അത് ഊറ്റിക്ക് കാണും. ആ പിന്നെ അകത്ത് മുട്ട തീർന്നു, മേടിച്ച് വെച്ചേക്കണം. ഓ ആ നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയാ, മുട്ട പൊട്ടിക്കണം സ്മൂത്തായിട്ട് പൊട്ടിക്കണം, ചലഞ്ചനും ആക്കരുത്. അതിനാ എനിക്ക് ആർട്ട് വർക്ക് ഉള്ളതല്ലേ. ആ മനസ്സിലായി. ആരോ മുട്ടയെ കൂടോത്രം ചെയ്തു. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. എന്തിനാടാ ഇതൊക്കെ? പൈസ വെച്ചാൽ തരില്ലേ? താങ്ക് യു. ഇനി ഊറ്റരുത്. എടി നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ സിസ്റ്റം ഉപയോഗിക്കില്ലെന്ന്. നിനക്ക് താഴെ ലാപ്ടോപ്പ് ഇല്ലേ? ജോലി ഇതിൽ ഫുൾ സെർച്ചിങ് അബോഷനും പ്രഗ്നൻസി ഒക്കെ അത് ആണല്ലോ. നിനക്ക് എന്താടി എണ്ണിക്കടി അങ്ങോട്ട്. പോയെ പോയെ ഒപ്പിച്ചാ പോയെ നീ പോയെ. നീ പോടാ. ഒത്തിരി ഉണ്ടല്ലോ. ഇതും വൈറ്റമിൻ നല്ലതാ. തെണ്ടി, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അബോഷൻ ബെൽസിന്റെ എല്ലാ പേരും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ജോയിലെ ഈ ഗുളി കൊണ്ട് പോകുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇനി മേലെ എന്നെ തൊട്ടുപോരുത്. എടോ സോറി, എനിക്കെന്തോ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതെങ്ങനെ വീട്ടിൽ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തന്നെ വീട്ടുകാരുടെ ചിലവിലാണ് ജീവിക്കുന്നത്. പിന്നെങ്ങനെയാണോ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നത്? എനിക്കതിനൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് തന്നെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹം, അല്ലാതെ തന്നെ ചതിക്കാനൊന്നുമല്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണോ. ഞാനിപ്പം ചെയ്തതിന് എന്നോട് ക്ഷമിക്കേ. ജോ, നമ്മുടെ കുഞ്ഞിനെ നീ കൊല്ലാൻ നോക്കിയോണ്ടല്ലേ ഞാൻ അടിച്ചേ. എന്നെ ഇഷ്ടമാണെങ്കിൽ കാലം നൊഴിഞ്ഞേ. ജോ, നീ ഞാനുള്ള ഈ ലോകെ അടിപൊളിയാ. അതെന്നും ജനിക്ക് വേണം.